അപ്പൊ നടിയായിട്ടുള്ള ലക്ഷ്മി മേനോനും സംഘവും ചേർന്ന് IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവം കഴിഞ്ഞ ദിവസം ഇതായിരുന്നല്ലോ ഏറ്റവും വലിയ വാർത്ത. സംഭവം 24-ാം തീയതി രാത്രിയാണ് നടന്നതെങ്കിലും ഇത്രയും വലിയ വാർത്തയായി മാറിയത് ഇന്നലെയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി മേനോനും മുൻകൂർ ജാമ്യം കിട്ടിയെന്നുള്ളതാണ്. കൊച്ചിയിലെ ഒരു ബാറിൽ വെച്ച് ഈ രണ്ട് സംഘങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി എന്നാണല്ലോ പറയപ്പെടുന്നത്. ലക്ഷ്മി മേനോന്റെ കൂടെ സോന എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പിന്നെ അഭിലാഷി മിഥുൻ എന്ന് പറഞ്ഞ മറ്റു രണ്ടു പേരും ഉണ്ടായിരുന്നു. IT ജീവനക്കാരന്റെ കൂടെ ഇതുപോലെ 3-4 പേരും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരു തായ്ലാന്റ് യുവതിയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. ബാറിനകത്ത് വെച്ച് ഈ രണ്ട് സംഘങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്നുള്ളതാണല്ലോ ഇതുവരെ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്നാൽ മൊത്തത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ സംഭവത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാറിൽ വെച്ച് IT ജീവനക്കാരനും സംഘവും തന്നോട് അപമര്യാദയായി പെരുമാറിയെന്നും അസഭ്യം പറഞ്ഞുവെന്നും അങ്ങനെയാണ് തർക്കം ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്ത സമയത്ത് ലക്ഷ്മി മേനോൻ പറഞ്ഞത്. എന്നാൽ അങ്ങനെയല്ല. ഈ IT ജീവനക്കാരന്റെ സംഘത്തിലുണ്ടായിരുന്ന തായ്ലൻഡ് യുവതിയുമായി ലക്ഷ്മി മേനോന്റെ സംഘത്തിലുണ്ടായിരുന്ന പയ്യന്മാർ കൂടുതൽ സംസാരിച്ചതാണ് തർക്കത്തിന് കാരണമെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ മർദ്ദനമേറ്റു എന്ന് പറയപ്പെടുന്ന IT ജീവനക്കാരൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വൺ ഇന്ത്യ മലയാളം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനോട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അയാൾ വിശദീകരണത്തിൽ എവിടെയും ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായതായിട്ട് പറയുന്നില്ല. യാതൊരു പ്രകോപനവും ഇല്ലാതെ തന്നെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്നുള്ള രീതിയിലാണ് IT ജീവനക്കാരൻ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്തിന് തർക്കമുണ്ടായി, എന്തിന് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെ വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്റെ ഒരു നിരീക്ഷണം പറയുകയാണ്, സാധാരണ ഈ ബാറിൽ വെച്ചൊക്കെ കള്ളുകുടിയന്മാർ തമ്മിൽ മദ്യലഹരിയിൽ തർക്കം ഉണ്ടാവാറുണ്ടല്ലോ. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടി വരില്ല. ലഹരിയുടെ പുറത്ത് വെറുതെ കയറി അടിയുണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇതങ്ങനെ സംഭവിച്ചൊന്നും ആകാം. പിന്നീട് ആ തർക്കം എസ്കലേറ്റ് ചെയ്ത് ബാറിന്റെ പുറത്തേക്ക് നീണ്ടുപോയി. അങ്ങനെയാകാൻ തട്ടിക്കൊണ്ടുപോകലും മർദ്ദനവും എല്ലാം നടന്നത്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സീരിയസ് ആയ കാരണങ്ങൾ ഈ സംഭവത്തിൽ പിറകിൽ ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഒന്നും പറയാൻ പറ്റില്ലല്ലോ. വലിയ ലഹരി മാഫിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇവർക്കിടയിൽ നടന്നതെന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യം തന്നെയാണ്. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മർദ്ദനമേറ്റ IT ജീവനക്കാരന്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ എന്തായാലും അന്ന് കേട്ടോക്കാം. അപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോയതാണ്. കൂടെ ഉള്ളവര് മദ്യപിക്കാൻ വേണ്ടി അവര് ആദ്യം കുടിച്ചാത്തല്ലോ വണ്ടി ഓടിക്കാനായിട്ട്. അതെ അതെ. അപ്പൊ അങ്ങനെ പോയി ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങളങ്ങനെ പാർക്കിംഗ് കൊടുത്തു. അപ്പൊ കാറ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേന്ന് ഫ്രണ്ടിൽ തന്നെ. അപ്പൊ ആ സമയത്ത് ഞങ്ങള് അവിടെ CCTV വെച്ച് വെച്ചാൽ അറിയാം ഞങ്ങൾ മാറി വേറെ സ്ഥലത്ത് നിൽക്കണേണ്. അവരാണ് ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഓരോ ചോദിക്കണം. വന്നിട്ട് എന്താണ് പറഞ്ഞത്, യു നോ ഹു ആം ലക്ഷ്മി മേനോൻ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ഡയലോഗ് വെച്ചിട്ട് ആ കൂടുള്ളവര് മറ്റേ ഭയങ്കര അഗ്രസീവ്. ഞാൻ എന്താ പറയാ, സിനിമയിലെ കാണില്ലേ മറ്റേ രാമന്മാരെ കാണിക്കൂലേ. മനസ്സിലായി. ഞാൻ എന്തുകൊണ്ടാണ് അപ്പൊ ഞാൻ ബഹളം കേട്ടതാണ് സംഭവമാണ്. ഞങ്ങൾ 10 അടി മാറിയേക്കണത്. അല്ല, അപ്പൊ ഇത് ഈ ലക്ഷ്മി മേനോൻ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുമായിട്ട് താങ്കൾക്ക് ബന്ധം ഉണ്ടായിരുന്നില്ല? ലക്ഷ്മി മേനോൻ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞങ്ങൾ 4 പേരുണ്ട്. ഞങ്ങൾ 3 പേര് മാറി നിൽക്കണം. ഒരാള് മറ്റേ വാലി പാർക്ക് കാറ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരാളുടെ നിൽക്കാണ് ഇവര് വന്ന് കയറി 4 പേര്. ഈ ബഹളം കേൾക്കാനായിട്ടാണ് നോക്കുമ്പോ നമ്മുടെ പയ്യന്റെ അടുത്ത് ഇങ്ങനെ സീനാക്കണ. അതെന്തുകൊണ്ടായിരുന്നു? അതാക്കി കൈയിട്ട് തന്നെ കാര്യം പറഞ്ഞു. ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രകോപനമൊന്നും ഉണ്ടായില്ല. കേട്ടല്ലോ, നമ്മൾ വാർത്തകളിൽ കേട്ടത് ബാറിൽ വെച്ച് ഈ രണ്ട് സംഘങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇയാളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു, വഴിയിൽ ഉപേക്ഷിച്ചു എന്നുമൊക്കെയാണ് അല്ലെ. എന്നാൽ ഇയാൾ പറയുന്നത് യാതൊരു തർക്കവും ഉണ്ടായിട്ടില്ല. ബാറിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം കാർ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് യാതൊരു പ്രകോപനവും ഇല്ലാതെ ലക്ഷ്മി മേനോനും സംഘവും പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ ഇച്ചിരി പാടാണ്. യാതൊരു പ്രകോപനവും ഇല്ലാതെ ഒരാളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുക എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ അത് വിശ്വാസയോഗ്യമല്ല. ബാറിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കും ഇവർ പറഞ്ഞത് കള്ളമാണോ അല്ലയോ എന്നുള്ളത്. ഇയാൾ പറയുന്ന പോലെ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. ഈ രണ്ട് സംഘവും തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടായിരുന്നിരിക്കണം. മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിന് പിറകിലുണ്ടാവാം. അല്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇതിനുശേഷം രണ്ട് സംഘങ്ങളും വാഹനം എടുത്ത് ബാറിൽ നിന്നും പുറത്തേക്ക് പോയി. എന്നാൽ ലക്ഷ്മി മേനോന്റെ സംഘവും IT ജീവനക്കാരന്റെ സംഘത്തെ പിന്തുടരുകയും ശേഷം വയലെവിടെയോ വെച്ച് കാർ തടഞ്ഞു ഇയാളെ തട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇയാൾ തുടർന്ന് അതിനെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. നമ്മൾ തരാമെന്ന് കേട്ടോക്കാം. കാർ വന്നപ്പോ തന്നെ ഞാൻ എന്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് അവനും വരും പറയാൻ പറ്റില്ല. മനസ്സിലാവൂല എങ്ങനെയാണ്. ഞാൻ വിളിച്ച് കാറി കയറ്റി നമുക്ക് പോവാന്ന് പോണ വഴിക്കാണ് നോർത്ത് പാലത്തിന്റെ ഒരു ഇറക്കറങ്ങോട്ട് വെച്ച് ഇവര് ചേഞ്ച് ചെയ്ത് വന്ന് ഞങ്ങളെ സൈഡായി. അവര് വണ്ടി നിർത്തണമെന്ന് പറഞ്ഞ ഭാഗമൊക്കെ വെച്ച് ലാസ്റ്റ് അവര് വട്ടോട്ട് ഗ്യാപ്പ് ചെയ്തു. ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അതിന് ശേഷമുള്ള വിഷയമാണ് ഇപ്പൊ കിടന്ന് ഇങ്ങനെ കറങ്ങണറിയുന്നത്. ഇയാൾ പറഞ്ഞ ദൃശ്യങ്ങളാണ് ഇപ്പൊ മാധ്യമങ്ങളെല്ലാം പ്രചരിക്കുന്നത്. അതായത് ബാറിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ലക്ഷ്മി മേനോനും സംഘവും ഈ IT ജീവനക്കാരനെയും സംഘത്തെയും കാറിൽ പിന്തുടർന്ന് തടഞ്ഞു. ഇവരുടെ കാറിന് മുന്നിൽ ലക്ഷ്മി മേനോന്റെ സംഘവും കാറും വട്ടമിട്ട് നിർത്തിയെന്നൊക്കെയാണ് പറയുന്നത്. ശേഷം ലക്ഷ്മി മേനോനും സംഘവും കാറിൽ നിന്നും പുറത്തിറങ്ങി തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ ഈ IT ജീവനക്കാരനും സംഘവും മൊബൈൽ ക്യാമറയിൽ പകർത്തുകയുണ്ടായി. ആ ദൃശ്യം കാണാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പ്ലേ ചെയ്യാം.
ലക്ഷ്മി മേനോൻ കേസിൽ 3-ാം പ്രതിയാണ്. കണ്ടല്ലോ, ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി മേനോന്റെ കൂടെയുള്ള സോന എന്ന് പറയുന്ന പെൺകുട്ടിയാണ് അഗ്രസീവായി പെരുമാറുന്നത്. അവരാണ് കാറിന്റെ ഡോറിന്റെ അടുത്തേക്ക് പോകുന്നതും ബഹളം ഉണ്ടാക്കുന്നതും ഒക്കെ. ലക്ഷ്മി മേനോനും മറ്റു 2 പേരും ഈ യുവതിയെ പിടിച്ചു വെക്കുന്നതായിട്ടാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പ്രശ്നങ്ങളെ തുടർന്ന് താൻ കാറിൽ നിന്നും ഇറങ്ങിയെന്നും ആ സമയത്താണ് ലക്ഷ്മി മേനോനും സംഘവും തന്നെ ബലമായി പിടിച്ചു കാറിൽ കയറ്റി കൊണ്ടുപോയത് എന്നുമൊക്കെയാണ് IT ജീവനക്കാരൻ പറയുന്നത്. അയാൾ പറയുന്നത് നമുക്ക് തുടർന്നൊന്ന് കേട്ടു നോക്കാം. ഇതില് ഈ ലക്ഷ്മി മേനോൻ ഉണ്ടായിരുന്നു തട്ടിക്കൊണ്ടുപോകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ലക്ഷ്മി മേനോൻ ഉണ്ടെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞത്. എനിക്കറിയില്ല ഈ നടിനെ തിരിച്ചറിഞ്ഞില്ല. ഈ വിഷ്വല് കാണിക്കുമ്പോൾ ലക്ഷ്മി മേനോൻ ഉണ്ട്, അത് ശരിക്കും ഉണ്ടായിരുന്നതാണോ? അല്ല, ഓക്കെ അല്ല, ക്ലിയർ ആണ്. അതല്ല ഞാൻ പറഞ്ഞു വെച്ചാൽ ഇവര് മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ ഈ ലക്ഷ്മി മേനോനും ഈ ഫ്രണ്ട്സും എല്ലാവരും ഒക്കെ? അവരെല്ലാവരും അടിച്ചു പൂസായിരുന്നു. കാരണം അവരുടെ മദ്യം മാത്രമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും നല്ല രീതിയിൽ ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. അതായത് മറ്റു ഡ്രഗ്സ് ഉപയോഗിച്ച പോലെയുള്ള അഗ്രസീവ് ആയിരുന്നു അവരുടെ പെരുമാറ്റം അല്ലേ? അങ്ങനെ ഉപയോഗിക്കുന്നവർ എനിക്കറിയില്ല. പക്ഷെ ഉപയോഗിച്ചവര് കാണിക്കാൻ നമ്മൾ സിനിമയിലെ കണ്ടില്ലേ ചിലര് ഇപ്പൊ ഇങ്ങനെ കാണിച്ചു അതുപോലത്തെ ഭയങ്കര അഗ്രസീവ്. ബോട്ടിലേക്ക് അടിക്കുക, സൈഡിലെ ഡോറിലേക്ക് അടിക്കുക, അങ്ങനെ ഈ വാർത്ത. ഞാനൊരു പ്രശ്നത്തിൽ നിൽക്കാനുള്ള രീതിയിലായിരുന്നു ഞാൻ ചെറിയ പോലും പറഞ്ഞില്ല. അവര് പഞ്ഞിടാണെങ്കിൽ അവര് പറയുന്നത്. ഞാനിപ്പോ എന്റെ കൊടുത്ത മൂവിയിലും ഞാൻ പറയണത് കൂടുതൽ ഉപദ്രവിച്ചത് ശരിക്കും പറഞ്ഞാൽ ആണുങ്ങളെ. ഒരുത്തിനോട് ഞാൻ വണ്ടി ഓടിച്ചോട് ഞാൻ പറയും ഇവിടെ നിർത്തിയത് പ്രശ്നം കഴിഞ്ഞ് പോകും, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതിന്റെ ഇടയ്ക്കൊക്കെ മിണ്ടലാന്നൊക്കെ പറഞ്ഞ ബാക്കിലേക്ക് വന്ന തല്ലി. മനസ്സിലായോ? തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് വണ്ടിയിൽ വിളിച്ച് കയറ്റിയായിരുന്നോ? വിളിച്ച് കയറ്റി. കാരണം ഈ പാലത്തിന് നടക്കാനുള്ള അപ്പൊ എന്റെ കമ്പനിക്കാർ വണ്ടി സൈഡാക്കണ ഗ്യാപ്പിൽ പക്ഷെ എന്നെ കിട്ടി. നിങ്ങൾ 2 വീലറിലായിരുന്നോ? അല്ല, ഞങ്ങൾ കാരണമായിരുന്നു. ഓക്കെ ഞങ്ങൾ വേറെ കാരണം. ഞാൻ ഡോർ തുറന്നിട്ട് നമുക്ക് പ്രശ്നം തീർക്കാൻ വെറുതെ ഇരിക്കും. ബഹളത്തില്ല. റോഡ് ബ്ലോക്ക് ആയി രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കമ്പനിക്കാർ വണ്ടി ഒതുക്കിയിടാൻ വേണ്ടി, ബ്ലോക്ക് മാറാൻ വേണ്ടി വണ്ടി ഒതുക്കുന്ന സമയത്താണ് ഇവരെന്താ മറ്റേ കഴുത്തിനും ഷോൾഡറിനും മറ്റുള്ളവർ പിടിച്ച് കയറ്റി എന്റെ കാറിന്റെ ബാക്കിലേക്ക്. ഇയാൾ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചു. അതായത് ഇയാളുടെ കൂട്ടുകാർ റോഡിൽ ബ്ലോക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കാർ ഒതുക്കിയിടുകയായിരുന്നു. ആ സമയത്താണ് ലക്ഷ്മി മേനോനും സംഘവും തന്നെ കാറിൽ കയറ്റി കൊണ്ടുപോയതാണ് എന്നാണ് ഇയാൾ പറയുന്നത് അല്ലേ? എന്നാൽ ഇയാൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു എന്നുള്ളത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അന്ന് ഞാൻ പ്ലേ ചെയ്യിപ്പിച്ചു തരാം. പുറത്ത് നിൽക്കണേ മറ്റേ. അപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോയതാണ്. കൂടെ ഉള്ളവര് മദ്യപിക്കാൻ വേണ്ടി അവര് എങ്ങനെ ഇരിക്കുന്നു? താൻ മദ്യപിക്കാറില്ല, കാർ ഓടിക്കാൻ മദ്യപിക്കാത്ത ഒരാൾ വേണമല്ലോ, അതുകൊണ്ടാണ് താൻ ഇവരുടെ കൂടെ വന്നത് എന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത് അല്ലെ? തന്റെ കൂട്ടുകാരനൊക്കെ അടിച്ച് ഫിറ്റായിരുന്നു എന്നും ഇയാൾ പറയുന്നുണ്ട്. അപ്പൊ ഇയാളാണ് ഡ്രൈവ് ചെയ്തു തരുന്നതെങ്കിൽ പിന്നെ ആരാണ് ഇവരുടെ കാർ സൈഡിലേക്ക് ഒതുക്കിയിട്ടത് എന്നൊരു ചോദ്യം കൂടി ഇവിടെ അവശേഷിക്കുന്നുണ്ട്. കൂട്ടുകാർ വണ്ടി ഒതുക്കിയിട്ടു എന്ന് ഇയാൾ പറയുന്നു. അതേ ഇയാൾ തന്നെ താൻ വണ്ടി ഓടിക്കാൻ വേണ്ടിയാണ് ഇവരുടെ കൂടെ വന്നത് എന്നും പറയുന്നു. ഈ 2 കാര്യങ്ങളും തമ്മിൽ ഒരു ചേർച്ചയില്ലായ്മ ഉണ്ടല്ലോ. ഒന്നെങ്കിൽ ഇയാൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി മറ്റേ സംഘത്തോട് സംസാരിക്കുന്ന സമയത്ത് അവിടെ ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടാകും. അപ്പം കൂട്ടുകാരെങ്കിലും ഡ്രൈവിംഗ് സീറ്റിൽ കയറി വണ്ടി ഒതുക്കിയിട്ടതാവാം. എന്നാലും ഇവര് 4-5 പേര് കാറിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ പറയുന്നത്. ഈ IT ജീവനക്കാരനെ മറ്റേ സംഘത്തിന് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള എല്ലാവരും കാറിനകത്ത് ഇരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയും ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഇത് ചെറിയൊരു കേസല്ല. ഒരാളെ തട്ടിക്കൊണ്ടു പോവുക, മർദ്ദിക്കുക എന്നൊക്കെ പറഞ്ഞാണെങ്കിലും അത് ചെറിയ സംഭവമല്ല. ഇനിയിപ്പോ ഇത് മധ്യലേരിയന്റെ പുറത്താണെങ്കിലും മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണെങ്കിലും പോലും ഇതൊരു ഗുരുതരമായിട്ടുള്ള സംഭവമാണെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താവുമായിരുന്ന അവസ്ഥ? എന്തായാലും ലക്ഷ്മി മേനോന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം പോലീസിനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷെ ലക്ഷ്മി മേനോനെ മാത്രം കിട്ടിയില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ലക്ഷ്മി മേനോന് മുൻകൂർ ജാമ്യം ലഭിച്ചു. അവരിനെ അറസ്റ്റ് ചെയ്യാനും കഴിയില്ല. ഓണവധി കഴിഞ്ഞ് കോടതി കൂടുമ്പോഴേ ഇനി ഈ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാവത്തുള്ളൂ. ഇനി ഒരു സിനിമാ നടി ആയതുകൊണ്ട് മാത്രം ലക്ഷ്മി മേനോന് കേസിൽ ഒരു പ്രിവിലേജ് കിട്ടിയതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യേണ്ട സമയത്ത് തന്നെ ലക്ഷ്മി മേനോനെ അറസ്റ്റ് ചെയ്യേണ്ടതാണല്ലോ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.